ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് അയാൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അയാളേക്കാൾ കൂടുതൽ സന്തോഷിക്കുക ചിലപ്പോൾ അത് നമ്മൾ തന്നെയായിരിക്കില്ലേ. ഇന്ന് എനിക്ക് അങ്ങനെ എൻ്റെ കലേശേട്ടനെ സന്തോഷിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. കലേശേട്ടൻ വരുന്ന ദിവസമാകുമ്പോൾ ഞാൻ ചോദിക്കും എന്താ കഴിക്കാൻ വേണ്ടതെന്ന്. എപ്പോഴും പറയും എനിക്ക് ഈ ചിക്കനും ബീഫും ഒന്നും വേണ്ട വീണ, ഇത് കഴിച്ച് ഞാൻ മടുത്തുന്ന്. എന്നാലും എന്ത് വേണമെന്ന് കറക്റ്റ് പറയില്ലായിരുന്നു. പക്ഷെ ഇന്നലെ എപ്പോഴും ഒരു ടോക്കിനിടയ്ക്ക് എനിക്കത് വീട് കിട്ടിയിട്ടോ. വീണ എനിക്ക് പൊതിച്ചോറ് മതിയെന്ന്, നല്ല ചമ്മന്തിയൊക്കെയുള്ള പൊതിച്ചോറ്. ഓ എൻ്റെ അമ്മേ, എനിക്കത് എന്തോ ഭയങ്കര സന്തോഷമായി. അങ്ങനെ പറഞ്ഞല്ലോ, പിന്നെ എൻ്റെ മനസ്സ് മുഴുവൻ ആ പൊതിച്ചോറിൻ്റെ പുറകിനായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ കൊഞ്ചൊക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി വെക്കാൻ പോകുന്നത് നല്ല ഒന്നാന്തരം ആലപ്പുഴ മീൻകറിയാണ്. അത് മാങ്ങ ഇട്ട് വെക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ മാങ്ങ വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷെ എന്തോ ആ സമയത്ത് എൻ്റെ ഓർമ്മയിലേക്ക് വന്നില്ല. ഞാൻ പുളിയാണിട്ടത്. ഇങ്ങനെ നന്നായിട്ട് മുളകൊക്കെ വഴറ്റി വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം ഒഴിക്കില്ല കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ കിടന്ന് ആ മസാല തിളയ്ക്കുമ്പോൾ അതിനകത്തിൻ്റെ ഈ എണ്ണ വരും. ആ എണ്ണയ്ക്കകത്തിലോട്ട് വേണം പുളി ഉപ്പ് ഇട്ട് കൊടുക്കാൻ. അത് ഒന്ന് തിളച്ചതിന് ശേഷമാണ് മീൻ, മത്തിന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് മത്തി മീൻ മേടിച്ചത് അത് വിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചതേ നമ്മുടെ മത്തിക്കറി സെറ്റായിക്കൊണ്ടിരിക്കുന്ന മക്കളെ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കിയ അടിപൊളി. ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പച്ചമാങ്ങയുടെ കാര്യം ഓർത്തത്. അത് ഞാൻ അരിഞ്ഞിട്ടായിരുന്നേ. ഇനി തോരൻ വേണ്ടേ? അതിന് ഏറ്റവും ബെസ്റ്റ് ക്യാബേജ് ആണെന്ന് എനിക്ക് തോന്നി. കലേശേട്ടന് വലിയ ഇഷ്ടക്കുറവൊന്നും ഇല്ലാത്ത കാര്യമാണ് ക്യാബേജ്. അങ്ങനെ ക്യാബേജ് തോരനും റെഡിയാക്കി. തോരൻ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കടുകൊക്കെ വറുത്ത് തോരനൊക്കെ ഇട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ക്യാബേജ് തോരൻ റെഡി. കണ്ടോ റെഡിയായിരിക്കുന്ന കണ്ടോ. ഇനി ഒരു മെഴുക്ക് വരട്ടി. അതേ പയറ് തന്നെ വേണം, അതെനിക്കറിയാം. എൻ്റെ കലേശേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പയറ് മെഴുക്ക് വരട്ടി. അങ്ങനെ പയറ് മെഴുക്ക് വരട്ടി വെച്ചു. അതും എല്ലാവരും വെക്കുന്ന പോലെ തന്നെ. എന്താണ്, പയറും പച്ചമുളകും സവാളയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. ഈ പച്ച വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റാണ്. ഞങ്ങളിവിടെ സ്ഥിരം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്തപ്പോഴുള്ള ഡിഫറൻസ് ഭയങ്കരമായിട്ട് നമുക്കറിയാൻ പറ്റും. എന്നും പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത്ര അറിയില്ല. ഇതുപോലെ നമ്മളെപ്പോലെ വല്ലപ്പോഴും ഉപയോഗിക്കുന്നവർക്ക് ശരിക്കും അത് കണക്റ്റ് ആവും കേട്ടോ. അങ്ങനെ നമ്മുടെ പയറ് മെഴുക്കുവരട്ടിയും റെഡി. ഇനി ഒരു മോരുകറി വേണ്ടേ? മോര് സെറ്റാക്കാൻ പോകണം കേട്ടോ. പക്ഷേ പൈനാപ്പിൾ അതിനകത്ത് ഇടണമായിരുന്നോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ ഇടാനും ഇല്ല കേട്ടോ. എല്ലാവരും തയ്യാറാക്കുന്ന പോലെ തന്നെയാണോ ഇതെന്ന് എനിക്കറിയില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ച് പച്ചമുളകൊക്കെ ഇട്ട് അതിനകത്തിലോട്ട് കട്ട മോരല്ലല്ലോ തൈര് ഒഴിച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പുമൊക്കെ ഇട്ട് ഞാനൊരു ലേശം പഞ്ചസാര ചേർക്കും കേട്ടോ. എന്തിനാന്ന് ചോദിച്ചാൽ ഇത്തിരി മധുരം ഇരുന്നോട്ടെ, പുളിയൊക്കെ ഉള്ളതല്ലേ. എന്നാലും ഇവിടുത്തെ തൈരിനൊന്നും അത്രയും പുളിയില്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ തൈര്. എന്താ നമ്മുടെ കാത്തൂട്ടിക്ക് 7 അയലത്തോടെ പച്ചത്തൈര് പോകാനേ പറ്റില്ല. പിന്നെ മത്തി വറുത്തായിരുന്നു കേട്ടോ. കറി വെച്ചതിൻ്റെ ബാക്കി കുറച്ച് മത്തി ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി കലേശേട്ടന് എടുത്തു പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് അതുണ്ടാക്കാൻ കുറച്ച് വെറൈറ്റി ഞാൻ പരീക്ഷിച്ചു. വെറൈറ്റി അല്ല കേട്ടോ, ശരിക്കും ഞാൻ പൊട്ട ബുദ്ധിക്ക് പറയുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ മുളക് പൊടി, ഞാൻ സാധാരണ മുളക് പൊടിയാണ്, ഞാനിത് വറ്റൽ മുളക് മേടിച്ച് വെച്ച് കൊച്ചുള്ളിയൊക്കെ ഏറിയിട്ട് അരച്ചു, ഇഞ്ചിയൊക്കെ വെച്ചിട്ട്. ഇനി വാഴയില, ഇതാണ് നമ്മുടെ മെയിൻ ആള്. വാഴയിലയൊക്കെ എടുത്ത് ചോറൊക്കെ ഇട്ട്, പിന്നെ എന്താണ് ചോറ് ഞാൻ ആവശ്യത്തിൽ കൂടുതലിട്ട് കേട്ടോ. കാരണം ഞങ്ങൾ 3 പേര്, ഞാനും എൻ്റെ കാത്തൂട്ടി, ഞങ്ങൾ 2 പേര്, ഞാനും എൻ്റെ കാത്തൂട്ടി അച്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ചോറ വെച്ചത്. എൻ്റെ ചമ്മന്തി, കൊഞ്ച് വറുത്തത്, പിന്നെ തോരൻ. ഇനി എന്താ വയ്ക്കാൻ പോകുന്നത്? ഇനി മെഴുക്ക് വരട്ടി, പയറ് മെഴുക്ക് വരട്ടി. ഇനി നമുക്ക് അച്ചാർ വെക്കാം കേട്ടോ. അച്ചാർ മേടിച്ചാണേ. പിന്നെ മീൻ വറുത്തത്, മത്തി മീൻ വറുത്തത് എല്ലാം വെച്ച് പൊതി കെട്ടി കഴിഞ്ഞു. ഇനി കലേശേട്ടൻ വന്നിട്ട് ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത് കാത്തിരിക്കുകയാണ്. സത്യം പറയട്ടെ ഗൈസ്, ആ സമയത്ത് എനിക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സത്യമായിട്ട് എല്ലാത്തിനും സൂപ്പർ ടേസ്റ്റ് എന്നാണ് എൻ്റെ കലേശേട്ടൻ പറഞ്ഞു കേട്ടോ. സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് പറയും എൻ്റെ കലേശേട്ടൻ. പക്ഷെ ഇത് നല്ല സൂപ്പറാന്ന് പറഞ്ഞു. ആ മീൻകറിയൊക്കെ അന്ന് രാത്രി തന്നെ തീർന്നു കേട്ടോ. അത്ര നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും ഹാപ്പി.